അതെ, എന്താ ആരും ഇല്ല ഇവിടെ? ഇവിടെ ആകെ ഇരുട്ടാണല്ലോ. തട്ടിത്തടഞ്ഞ് വീഴോ? കുഴിയെ കുഴിയെ വീഴാതെ നോക്കണേ. കുഴിയെ വീണിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ആകെ ഇരുട്ടാണല്ലോ. എന്താ ആരൊന്നും മിണ്ടാത്തേ? ഇനിയിപ്പോ പവർ കട്ടായ? പവർ കട്ട് ഇല്ലേ? എന്താ എൻ്റെ ഈ കറുത്ത കണ്ണാട മാറ്റി നോക്കാനോ? ഇപ്പം എൻ്റെ കണ്ണാടയ്ക്കായ കുഴപ്പം? ഓ, കറുത്ത കണ്ണാട മാറ്റി നോക്കാൻ പവർ കട്ടായി ഉണ്ടാവൂല്ലേ? മാറ്റാനാ? തല്ലാൻ വരല്ല ഇഷ്ടാ. ഞാൻ മാറ്റി നോക്കാം. ഞാനേ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. കുറച്ച് നാളായി. ഇനിയിപ്പോൾ മാറ്റണോണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ കണ്ണട മാറ്റി നോക്കാം. എൻ്റെ കറുത്ത കണ്ണട. എൻ്റെ കറുത്ത കണ്ണടയ്ക്കായി ഇപ്പം കുറ്റല്ലേ? എന്താ എൻ്റെ ഒരു പവർ കട്ടാണെങ്കിൽ അത് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. ഇയാള് പറഞ്ഞത് ശരിയാ. എൻ്റെ ഈ കറുത്ത കണ്ണട വെച്ച് നോക്കിയതിൻ്റെ ഒരു കുഴപ്പാ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തൊരു പൊട്ടൻ. ഈ പവർ കട്ട് എന്നുള്ള വാക്കൊക്കെ നമ്മൾ കേട്ടിട്ട് എത്ര കാലായി. അതൊക്കെ മറന്നു. മോനെ, നീ കേട്ടിട്ടുണ്ടോടാ പവർ കട്ട് എന്നുള്ള വാക്ക്? ഇല്ല അല്ലേ? കേട്ടില്ല അല്ലേ? കേൾക്കില്ല. അത് നിനക്ക് അത്രയല്ലേ പ്രായമായിട്ടുള്ള. അതൊക്കെ 10 കൊല്ലം മുമ്പുണ്ടായിരുന്നൊരു വാക്കാണ്. ഇപ്പം അതില്ല. അതെ, ഈ തിമിരം അത്ര വലിയ അസുഖമൊന്നുമല്ല കേട്ടാ. അതെ, നമ്മൾ കാണേണ്ട കാഴ്ചകൾക്ക് ഒരു മങ്ങൽ വരുത്തും, ഒരു പാട വരുത്തും. അത് ശരിയായ രൂപത്തിലൊരു ചികിത്സ കൊടുക്കുകയാണെങ്കിൽ അത് മാറും. എനിക്ക് ഇങ്ങനെ എൻ്റെ കണ്ണിന് ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കണ്ണട ഇങ്ങനെ മാറ്റി തുടച്ച് പിന്നെയും വെക്കും. അപ്പോഴും മങ്ങൽ, വീണ്ടും തുടയ്ക്കും. ഇങ്ങനെ ശല്യമായപ്പോഴാണ് ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നാൽ ശരിയാവില്ല, ഏതെങ്കിലും ആശുപത്രിയിൽ പോകണമെന്ന്. അപ്പം എൻ്റെ പോക്കറ്റ് അപ്പോഴാണ് കണ്ടത്. ഒരു സ്ഥലത്ത് ഒരു ക്ലബിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, സൗജന്യ നേത്ര ചികിത്സ. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ എന്നോട് പറഞ്ഞ്, അതേ ചേട്ടാ, കണ്ണിന് കുഴപ്പമുണ്ട്, ഞങ്ങളുടെ അഡ്രസ്സ് തരാം, ഈ അഡ്രസ്സിൽ വന്നാൽ ചികിത്സ നടത്താട്ടാണ്. ഞാൻ ആ അഡ്രസ്സും കൊണ്ട് ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ്, അതേ നിങ്ങൾക്ക് തിമിരാണ്. ഈ തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 30,000 റുപ്യ വേണം. അത് സാധാരണ ലെൻസാണ് കേട്ടോ. പിന്നെ വിദേശത്തുനിന്ന് വരുത്തുന്ന ലെൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിന് 50,000 റുപ്യ വേണം. നിങ്ങളിങ്ങനെ ഈ ക്ലബിൻ്റെ കെയർ ഓഫിൽ വന്ന കാരണം 5,000 റുപ്യ കുറയ്ക്കാം, 45,000 റുപ്യ എന്നാൽ മതി. ഞാൻ എൻ്റെ പോക്കറ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോഴേ ഞാൻ, ശരി സാറേ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോന്നു. അങ്ങനെ തന്നെ ജനറൽ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞാനൊന്ന് പകച്ചു. എന്തേന്നാ പകച്ചേന്നാ? അമ്മാതിരി ജനല്ലേ അവിടെ ആശുപത്രിയിൽ. ഞാനിങ്ങനെ ക്യൂ നിന്ന് എൻ്റെ ടോക്കൺ എടുത്ത് എനിക്ക് വലിയ വിഷമം തോന്നി. ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷമായി. അവിടെ കണ്ടതിനേക്കാൾ മികച്ച ആധുനിക ഉപകരണങ്ങളൊക്കെ വെച്ച് എൻ്റെ കണ്ണ് പരിശോധിച്ചു. അമ്മാതിരി ഒരു പരിശോധന നടത്തണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ പോയി പോക്കറ്റിൽ നിന്ന് 5,000 റുപ്യ. ഇത് ഞാൻ ജില്ലാ ആശുപത്രിയിൽ 10 രൂപയുടെ ഒരു ടോക്കൺ എടുത്തുള്ളൂ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞു മരുന്ന് എഴുതിയിട്ട്. ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെന്നപ്പോഴുണ്ട് പിന്നെ എന്നെ ഞെട്ടിച്ചു. ക്യൂ ഇല്ല. ഞാൻ നോക്കുമ്പോണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വലിയ നല്ല രസികൻ കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താ സംഭവം, തുടങ്ങിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ പറയണം, അല്ല ഒരു ടോക്കൺ മേടിക്ക്. അപ്പോൾ ഞാൻ പോയി ചെന്നു, എനിക്കറിയില്ല, ഒരു കുത്തിയപ്പോൾ ഒരു ടോക്കൺ വന്നു.
എൻ്റെ നമ്പർ കിട്ടി. അപ്പോഴാ മനസ്സിലായേ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പുതിയൊരു സംവിധാനം വെച്ചു. ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് ബുദ്ധിമുട്ടുണ്ടാ, നിങ്ങളുടെ നമ്പർ വിളിക്കുമ്പോൾ വന്ന് ടോക്കൺ കൊണ്ട് വന്നാൽ ലിസ്റ്റ് കിട്ടും. ഡോക്ടർ ചെന്നു, എൻ്റെ ഓപ്പറേഷനുള്ള ഡേറ്റ് തീരുമാനിച്ചു. എത്തിയപ്പോൾ തന്നെ ആൾക്കാർ ഈ സർക്കാർ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് പൂട്ടാ. പിന്നെ ഈ ഡോക്ടർക്കുണ്ടല്ലോ, ഡോക്ടറെ വീട്ടിൽ പോയിട്ട് ചെന്ന് കണ്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും, എന്തെങ്കിലും കൈമണി കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ഞാൻ എന്തായാലും സർക്കാർ ആശുപത്രിയിൽ തന്നെ പോകണുള്ളൂ, ഒരു കൈമണിയും കൊടുക്കാൻ ഉദ്ദേശമില്ല. ഞാൻ നേരെ പോയി ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടന്നു. ദേ ഇപ്പം നോക്കിയേ, നല്ല തെളിച്ചുണ്ട്. എന്നോട് അങ്ങനെ പറഞ്ഞവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടാ. നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. ചിലപ്പോൾ കണ്ണിന് ആശുപത്രി ഓപ്പറേഷൻ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ചെവിക്ക് ഓപ്പറേഷൻ ചെയ്ത് വിടും. ഡോക്ടറെ വീട്ടിൽ പോയിട്ട് കൈമടക്ക് കൊടുത്താലാ ഓപ്പറേഷനുള്ള സൗകര്യം ഉണ്ടാക്കി തരുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു പഴങ്കഥ. ഇതൊക്കെ മാറി നമ്മുടെ വീടിനേക്കാൾ വൃത്തിയുള്ള വിധത്തിലാണ് ഇപ്പോൾ വാർഡുകളൊക്കെ എന്നുള്ളത് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു. ഞാനിത് പറയാനൊന്നല്ല വന്നേ. ഞാനേ ഇങ്ങനെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് ഈ തിമിരം എന്ന് പറയണതുണ്ടല്ലോ, കണ്ണിന് മാത്രമല്ല കേട്ടോ ബാധിക്കുക. ചിലപ്പോൾ ചില മനസ്സുകൾക്കും ബാധിക്കും. മനസ്സുകൾക്ക് ബാധിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ബാധിച്ച, എൻ്റെ മനസ്സിന് ബാധിച്ച തിമിരണ്ടല്ലോ, മറ്റുള്ളവർക്ക് പകർത്താൻ ചിലർ ശാഠ്യത്തോട് കൂടിയിട്ട് പണിയെടുക്കും. ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ്, അങ്ങനെ പണിയെടുക്കുന്നവരല്ലേ നമ്മുടെ ഈ പത്രക്കാരൊക്കെ, അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിമിരം മറ്റുള്ളവരുടെ വായനക്കാർക്ക് കൊടുക്കുക, ടി വിക്കാർ, അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ വന്ന മാറ്റം അല്ലേ, വികസനം, ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും അവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല. കാരണം എന്താ? കാഴ്ചയില്ലാണ്ടല്ല, അവരുടെ കണ്ണിന് തിമിരമൊന്നുമില്ല. എന്താ കാരണം? അവരുടെ മനസ്സിന് വലിയ തിമിരം ബാധിച്ചിരിക്കുകയാണ്. അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഭരണമാണ് ഇവിടെ നടന്നു പോകുന്നത്. ആ ഭരണത്തിൻ്റെ ഗുണം ആർക്കാ? സാധാരണക്കാർക്ക്. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇതെന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ പണികളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ട്. ആ തിമിരത്തിന് വല്ല ചികിത്സയുണ്ടോ? എന്താ ഇല്ലെന്നോ? ഇല്ലെന്നാണ്. അതിൻ്റെ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം. ആ തിമിരത്തിന് പറ്റിയ ചികിത്സയുണ്ടോയെന്ന് ഞാൻ പറയാം. കേരളത്തെ കുറിച്ച് അല്ലേ, വിവേകാനന്ദ സ്വാമികൾ പണ്ട് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞേ? ഇത് ഒരു ഭ്രാന്താലയമാണെന്ന്. ആ ഭ്രാന്താലയത്തെയാണ് ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം എന്ന് നമ്മുടെ കേരളത്തെ പറയുന്നതിലേക്ക് എത്തിയത്. ആരും അങ്ങനെ ദാനായിട്ട് തന്നതൊന്നല്ല. ഒരുപാട് സമരങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളമായത് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും എല്ലാത്തിലും ഒന്നാമതായി നിൽക്കുന്ന ഒരു കേരളമായത് ഇങ്ങനെയാണ്. എന്തായിരുന്നു നമ്മുടെ പൂർവകാലം? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. എന്താണ്? ഇത് ഒരു ഭ്രാന്താലയമാണ്, ഇതൊരു ഭ്രാന്താലയമായിരുന്നു എന്ന്. മാറാനാ പറഞ്ഞേ? നിന്നോടാ പറഞ്ഞേ മാറാൻ? എന്താ പറഞ്ഞേ? നായരാന്നാ? നായരാ? ഒരാറടി അകന്ന് നിൽക്ക. ആരാ? എന്താ നീ? എന്താ? നാരായണ ഗുരു. ഏത് ഗുരു? നാരായണൻ. എങ്ങനെയാ നാരായണ ഗുരു ആവണ്? നാണൂന്നെ വിളിക്കാവോ? നെയ്യേ നിന്റെ നാണു ഒരു കല്ലെടുത്ത് വെച്ച് പ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്നത് കേട്ടു. അവൻ്റെ ശിവനാണത്രേ, അവൻ്റെ ശിവൻ. നിന്റെ നാണൂനും കൂട്ടർക്കുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ
മുണൂലിട്ടിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, നിനക്കും നിന്റെ നാണൂനും ഉള്ളത് ഞാൻ തരും. എന്താ അവിടെ ആരാടാ? ഓ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കും അവകാശപ്പെട്ടാണെന്നും പറഞ്ഞ് തലേകെട്ടും കെട്ടി മീശയും വെച്ച് നിന്റെ ആര് കാളി, അയ്യങ്കാളി വില്ലുവണ്ടിയിൽ പോയത് കേട്ടു. അവന്റെ കുലത്തെയും ഇല്ലാണ്ടാക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആരാടാ കളിക്കണ്? നിനക്കൊക്കെ തരുന്നുണ്ട്. എല്ലാത്തിനെയും കുടിയിറക്കാൻ, എല്ലാത്തിനെയും കുടിയിറക്കും. നിങ്ങളുടെ ചട്ടിയൊക്കെ ഇന്നത്തോടെ ഇല്ലാണ്ടാവും. ആരോടാ കളിക്കണ്? 56 അടി അപ്പുറത്ത് നിൽക്കണ്ടോനാ. നീ ആരാ? ആര്? എന്താ മാറി മറിച്ച് നടക്കുന്നുണ്ടെന്നാ പെണ്ണുങ്ങള്? കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞെന്നാ? ആചാരലംഘനം. ഈ ആചാരലംഘനം ഉണ്ടല്ലോ, നമ്മള് അനുവദിക്കില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. രാജാവിൻ്റെ കൽപ്പനയുണ്ട്. അതെ ഇംഗ്ലീഷുകാരും ഞങ്ങളോടൊപ്പം തന്നെയാ. നിങ്ങളെ അങ്ങനെ വലിയ ആളാവാന്ന് വിചാരിക്കണ്ട. നോക്കിയേ, തലയിരിക്കുമ്പോഴേ വാലാട്ടണ്ട. തലയും വാലും വെട്ടി മാറ്റും. ഞാനുണ്ടല്ലോ, വേണ്ടതുപോലെ ചെയ്തു കൊള്ളാം. ആചാരലംഘനം സഹിക്കൂല. എല്ലാ തരത്തിലുള്ള ആചാരലംഘനങ്ങളെയും പിഴുതെറിഞ്ഞത് സമരങ്ങളിലൂടെയാണ്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, MRB, EMS, അങ്ങനെ അതാത് ജാതികൾക്കിടയിലുള്ള സമര പോരാളികളുടെ പ്രയത്നം കൊണ്ടാണ് ആചാരങ്ങളെയെല്ലാം കേരളം പിഴുതെറിഞ്ഞത്. ആചാരങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റിയില്ലെങ്കിൽ അത് നിങ്ങളെ മാറ്റിയെടുക്കും. ആ പിഴുതെറിയൽ തന്നെയാണ് കേരളത്തിൻ്റെ സമരചരിത്രം. അതിൻ്റെ തുടർച്ചയാണ് 1957 സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. കൃഷി ചെയ്യുന്നവന് അവൻ്റെ കൃഷിഭൂമി സ്വന്തമെന്ന് അഭിമാനത്തോടെ പറഞ്ഞത് EMSന്റെ മന്ത്രിസഭയാണ്. മനുഷ്യനായി കാണാൻ തുടങ്ങി. നമ്മൾ നടന്ന് സമരപഥങ്ങളിലൂടെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഈ 2025 ആ സമരമുന്നണികളായി നയിച്ചിരുന്നത്, ജനങ്ങളെ മുന്നോട്ട് നയിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷമാണ്. ആ പക്ഷമല്ലാതെ മറ്റേത് പക്ഷത്താണ് ഞാൻ നിലയുറയ്ക്കേണ്ടത്? ആ യാത്ര തുടരുകയാണ്. അന്ന് ജനങ്ങളെ ദ്രോഹിക്കാൻ നടന്നിരുന്നവർ ഇന്നും അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആചാരങ്ങളെ മുറുക്കി പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇന്നും നമുക്കിടയിലുണ്ട്. കരുതിയിരിക്കുക. നമ്മുടെ പക്ഷമേതെന്ന് തിരിച്ചറിയുക. നന്ദി.